ഹായ് മക്കളെ, അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെന്താണെന്ന് അറിയല്ലോ അല്ലേ? അറിയുന്നവർക്ക് അറിയാം, അറിയാത്തവർ അറിയില്ല. പൊന്നാങ്കണ്ണിന്ന് അറിയാം കേട്ടോ. ഒക്കെ ഇതായി പറിക്കുമ്പോഴേ നല്ലോണം വൃത്തിയാക്കി പറിച്ചതാണ്. കുറച്ച് വേരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. മൂത്തത് അതൊക്കെ ഇതാ ഒടിച്ചിട്ടിട്ടെങ്കിന്ന് മൂത്തത് പറ്റില്ല. അപ്പോൾ ഒരു ഉറപ്പ് ചവർപ്പാണ്. തിന്നുമ്പോൾ ചണ്ടി പോലെ തിന്നും. കഴിയുന്നത് ആരുള്ളത് കഴിയുന്നത് മുറിച്ചിട്ട് തിന്നണമല്ലേ, പക്ഷെ നമുക്ക് തിന്നാൻ പറ്റൂലെന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഇളയ ഇല നോക്കിയൊക്കെ നുള്ളിയിട്ടിക്കണ്. ഇനി അരിയണം. ഇതിൽ ചക്കക്കുരു പരിപ്പും ഇതും കൂടെ ഇട്ടിട്ടാട്ടോ വെക്കുന്നത്, കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഒക്കെ അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. എന്തിനാവില്ല ഇട്ട് ഇതൊക്കെ അരിഞ്ഞിക്കുന്നത്. ഇനി നമ്മൾ ചക്കക്കുരിൻ്റെ പണി നോക്കട്ടെ കേട്ടോ. ഇതൊക്കെ തോലിരിച്ച് തോലിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇതെന്തായാലും കറുത്ത പണി നല്ലത് തന്നെ. ഇതൊക്കെ ഉരിച്ച് റെഡിയാക്കുകയാണ്. ഈ ചുവപ്പ് പോക്കുന്നില്ല കേട്ടോ. ഈ ചുവപ്പിൽ എന്തെല്ലോ കാര്യങ്ങളുണ്ട് നമുക്ക് കിട്ടാൻ. അപ്പം പിന്നെ അത് നമ്മൾ ഒഴിവാക്കലില്ല ഇപ്പോൾ. ഒക്കെ റെഡിയാക്കട്ടെ. നല്ല ഫുൾ തോലൊഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി കാട്ടിത്തരാം. ചക്കക്കുരു പിന്നെ തൊട്ട ലേസം പരിപ്പ് ഇട്ടിക്കണേ. ചക്കക്കുരും പരിപ്പും കൂടെ നല്ല കഴുകുക. എല്ലാം ഞണ്ടി കഴുകിയിട്ട് നമുക്കിത് അടുപ്പത്ത് വെക്കണം കേട്ടോ മക്കളെ. കേട്ടോ, ചക്കക്കുരും പരിപ്പും വെന്തിട്ടുണ്ട്. ഞാൻ മഞ്ഞൾ ഇട്ടില്ല കേട്ടോ, അതാണ് ഇങ്ങനത്തെ നിറവും. പിന്നെ ഒന്നാമത്തത് എൻ്റെ പുറന്തൊലിക്ക് ഒരു ചോപ്പുണ്ടല്ലോ, ആ ചോപ്പ് നമ്മളെ പരിപ്പിലേക്ക് ചേർന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ അരച്ച് വെക്കാനുള്ള കേട്ടോ. ചീര വാട്ടാനുണ്ട്, കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് വാട്ടണം. ഞാൻ അതിൽ കുറച്ച് വെളുത്തുള്ളി വലിയ ഉള്ളീൻ്റെ ചെറിയൊരു പകുതി ഇട്ടിട്ട് ഇതൊന്ന് താളിച്ചിരിക്കണേ. ഇത് താളിച്ചെല്ലാം വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിതാ ഒരു തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പുകല പത്തും ഒറ്റ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വഴണ്ട് കിട്ടട്ടെ കേട്ടോ, വെന്തിട്ടെ. ഇതാ തക്കാളിയൊക്കെ ഒരു പരുവത്തിലായിട്ടുണ്ട് മക്കളെ. ചെറുങ്ങനെ വഴണ്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിതാ കഴുകി അരിഞ്ഞതൊക്കെ കണ്ടിക്കണല്ലോ, കഴുകി ഊറ്റി ഇതാ പാത്രത്തിലാക്കിയാണിത്. റൊമാറൊക്കെ നമുക്ക് ഇതിലിട്ടെടുത്തിട്ട് ഇതൊന്ന് വഴറ്റി എടുക്കണം. ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. വേറെന്താ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? സുഖമായിരിക്കട്ടെ. ഒരു മഴ കൊണ്ട് താഴത്ത് വീണാൽ നമ്മളെ കണ്ടത്തിൽ പലതും മുളയ്ക്കും. പൊന്നാങ്കണ്ണി, ചീര, വെള്ളമുത്തള്, കോഴിക്കാല്, കൈതാമ, അങ്ങനെ പലതും മുളയ്ക്കും കേട്ടോ. അതൊക്കെ ഇങ്ങനെ പറിച്ചിട്ട് നമുക്ക് അങ്ങനെ പലതരം കറികൾ ഉണ്ടാക്കാം, ഉപ്പേരി ഉണ്ടാക്കാം. അതൊക്കെ നമ്മൾ ചെയ്യേണ്ടി കേട്ടോ. ഇനി ഇതൊന്ന് ഒന്നൊന്ന് താളിക്കിട്ടട്ടെ കേട്ടോ. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച ചക്കക്കുരു പരിപ്പ് ഇതിൽ ഒഴിച്ച് കൊടുക്കണം. താളിച്ച് വെച്ച തക്കാളിയിലേക്ക് ചീര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊന്നാങ്കണ്ണി നാട്ടോ അതിന് പറയുക. ചീരല്ല, പൊന്നാങ്കണ്ണിയാണ്. വേറെ ഏതോ നാട്ടിൽ എന്താ പറയുക അറിയില്ല. നേരത്തെ പിടിച്ചീന് അത് കിട്ടിയിട്ടില്ലേ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ടപ്പോൾ ഇത് ഞാൻ അങ്ങനെ ഇടുന്നത്, ഒന്നും കൂടെ കാണിച്ചത്. അപ്പോൾ അത് ഒന്നും കൂടെ താളി കിട്ടട്ടെ കേട്ടോ. അതാ അത് നമ്മൾ ആയി ഒരിച്ചിരി കരിവേപ്പില അതിൽ ചീരി ഇടുന്നുണ്ട്. ഇതിലൊക്കെ കരിവേപ്പിലാട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതാ വേവിച്ച് വെച്ച ചക്കക്കുരും പരിപ്പൂടിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൽ ലേസം ചുടുവെള്ളം ഒഴിച്ചതൊന്ന് കഴുകണം. നമുക്കിത് നല്ലോണം ഇളക്കി കൊടുക്കാം കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. ഞാൻ മഞ്ഞൾപ്പൊടി ആട്ടുന്നതിൽ ഇട്ടിട്ടുണ്ട്. 4 ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇതിലിട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടല്ലേ അവിടെ വെച്ചാൽ കാണിച്ചു വെക്കണം.
മഞ്ഞൾപ്പൊടി നമ്മൾ ഇതിലിട്ട് കൊടുക്കണ്ടേ. ചീരാമുളക് ആട്ടിയതാണ് കേട്ടോ, ഞാൻ തേങ്ങയിലിട്ടിട്ട്. അപ്പോൾ അതിനെക്കൊണ്ട് കുറച്ച് മുളക് ഇടുന്നുള്ളൂ. ചീരാമുളക് ആട്ടിയതിനെ കൊണ്ട് കുറച്ച് മുളക് ഇട്ടിട്ടുള്ളൂ. നല്ലോണം ഇതൊന്ന് തിളയ്ക്കണം. ഒന്ന് തിളച്ചിട്ടെ കേട്ടോ, ഒന്ന് തിളക്കട്ടെ. അതായത് എല്ലാം തിളച്ച് വെന്തിക്കണം കേട്ടോ മക്കളെ, എല്ലാം വെന്തിട്ടുണ്ട്. ഞാൻ ഈ വടി ഇരുന്നുണ്ടാ വര ഇടുന്നതിനെന്താ തേങ്ങയും ചീരാമുളകും ഉള്ളി ഉപ്പിട്ടാട്ടിയതാണ്. നമ്മളെ ചീരക്കറി റെഡിയാണ് കേട്ടോ. ഇതിൽ കുറച്ച് പെരുംജീരകവും കുറച്ച് നല്ല ജീരകവും രണ്ടും കൂടെ കൂട്ടിയിട്ട് ഇത്തിരി ഇട്ട് കൊടുക്കുന്നു കേട്ടോ, കുറച്ച് വേണമല്ലോ. ഉപ്പൊക്കെ പാകത്തിനുണ്ട്. ഒന്ന് തിളക്കട്ടെ. അത് നമുക്കിത് കടുകും പച്ചമുളകും കരിവേപ്പിലി ഇട്ടുങ്ങാണ്ട് വറവിടണേ. ഇതാ വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുത്ത് സദാ വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ടും കൂടെ നല്ലോണം പൊരിയട്ടെ. നല്ലോണം പൊരിയട്ടെ. സംസാരമുണ്ടോ? ഇനി അങ്ങോട്ട് വെക്ക് വേണത്. ദിവസം കരിവേപ്പിൻ്റെ ഇട്ടെടുത്ത് മക്കളെ ഇനി കൈ വെക്കുക വെച്ച് കൊടുത്തിട്ടാ. അപ്പം ആ പണി കഴിഞ്ഞ് നമുക്ക് ഇറച്ചി പൊരിക്കാണ്ട്. അപ്പോൾ നമുക്ക് മക്കളെ പച്ചക്കറിയും ഇതാ കണേനയില കറി പൊരിച്ചത് കേട്ടോ. പൊരിച്ചത് നല്ലോണം ഒന്ന് മൊരിഞ്ഞ് കിട്ടട്ടെ കേട്ടോ. മൊരിഞ്ഞ് കിട്ടട്ടെ. മീനൊക്കെ മറിച്ചിട്ടിട്ടുണ്ട്. ഇവിടെ നമ്മുടെ കറിയൊക്കെ ഒന്ന് ഇറച്ചിക്കാട്ടെ. നമ്മൾ പൊന്നാങ്കണ്ണി ചീര കറി റെഡിയാണ്. ഇതാ നമ്മളെ മീൻ വറുത്തതൊക്കെ റെഡി വെച്ചുകൊണ്ടിരിക്കണ്. നമ്മളെ അയിലക്കുട്ടി അത് കഴിഞ്ഞിട്ട് ഇതാ ചീരക്കറിയൊക്കെ റെഡി. ഉപ്പ് പുളി എരിവ് ഒക്കെ പാകത്തിൽ നമുക്ക്. അങ്ങനെ നമ്മൾ അയില പൊരിച്ചത് ഉപ്പിലിട്ട മാങ്ങ ഉണ്ടതാ. പച്ചമുളകൊക്കെ കീറിയിട്ട് ഉണ്ടാക്കിയതാട്ടാ. ബാത്തും ഇങ്ങനെ മുക്കി റെഡിയാക്കുന്നുണ്ട്. ചീരക്കറി ഒക്കെ കൂട്ടി കുഴച്ച് തിന്നൊരു വിധം അതിൻ്റെ ഇഷ്ടമാണ്. പഠിച്ചോനെ പൊടിച്ചില്ലല്ലോ റബ്ബേന്ന് വിചാരിച്ചു. അപ്പോൾ ഏതായാലും ഞാൻ പൊന്നുമക്കൾ എനിക്ക് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബായ്. ഇതാ നമ്മളെ കറിയൊക്കെ വെന്തിട്ടുണ്ട്. നല്ല തളതളോ പറയുന്നു. കറി ഉണ്ടു. ഇതാ ഉരുളക്കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ട് കേട്ടാ. നമുക്ക് രസം കൂടെ കരിവേപ്പിൻ്റെ ഒക്കെ ഒന്നിൽ കഴുകിയിടണം. ഇതാ നമുക്ക് രസം കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് തിളച്ച് വേവട്ടെ. ഒന്നും കൂടെ ഒന്ന് തിളക്കട്ടെ.